മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു ബംഗാളി കഥയാണ്. കഥയുടെ പേര് വെള്ളി വെളിച്ചം. ഈ കഥ എഴുതിയിരിക്കുന്നത് സത്യജിത് റായ്. പട്ടാപ്പകൽ സമയത്ത് ഒരു ഫ്ലാറ്റ് നന്നായി നോക്കിക്കണ്ട് ഇഷ്ടപ്പെട്ടാലും അവിടെ വന്ന് താമസമാകുന്നതുവരെ അതിൻ്റെ സൗകര്യങ്ങളും അസൗകര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാറില്ല. ഭവാനിപുരിലെ ഈ ഫ്ലാറ്റിൽ താമസമാക്കിയതോടെ ഇക്കാര്യം സുധീൻ സർക്കാരിന് ബോധ്യമായി. ഈ ഒരു കാര്യത്തിൽ മാത്രം ഭാഗ്യദേവതയുടെ കടാക്ഷം അയാൾക്കുണ്ടായില്ല. മറ്റ് മേഖലകളിലെല്ലാം ഭാഗ്യദേവതയുടെ അതിയായ കൃപാകടാക്ഷം അയാൾക്കുണ്ടെന്ന കാര്യത്തിൽ തെളിവുകൾക്ക് കുറവുമില്ല. അയാളുടെ ഉദ്യോഗ കയറ്റം തന്നെ എടുക്കാം. ഇപ്പോൾ ഓഫീസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയാണ് സുധീൻ. ഇത്ര പെട്ടെന്ന് ആ സ്ഥാനം കിട്ടേണ്ടിയിരുന്നത് അയാൾക്കല്ല. അയാൾക്കധികം പ്രായമില്ല. ഈ ആഷാഢമാസത്തിലാണ് അയാൾക്ക് 30 വയസ്സ് തികഞ്ഞത്. ഡിപ്പാർട്ട്മെൻറ്റിലെ 2ാം നിരയിലും ഇതേ മട്ടിൽ തന്നെയാണ് അയാൾ ചെന്നെത്തിയത്. തലവൻ നാഗേന്ദ്ര കപൂറായിരുന്നു. പക്ഷേ അയാൾക്ക് പ്രായം 40 വയസ്സായിരുന്നു. നല്ല നീളവും വണ്ണവുമുള്ള, യോഗ്യതയും കർമ്മകുശലതയുമുള്ള വ്യക്തിയായിരുന്നു അയാൾ. ചാരനിറത്തിലുള്ള സഫാരി സൂട്ട് ധരിച്ച് അയാൾ ഓഫീസിൽ പ്രവേശിക്കുമ്പോൾ എല്ലാവരുടെയും നോട്ടം അയാളുടെ മേൽ പതിക്കുമായിരുന്നു. അങ്ങനെയുള്ള നാഗേന്ദ്ര കപൂറിൻ്റെ ഹൃദയമിടിപ്പ് ഒരു ദിവസം യാദൃശ്ചികമായി ടോളിഗഞ്ചിലെ ഗോൾഫ് മൈതാനത്ത് വെച്ച് നിലയ്ക്കുമെന്നും അവിടെ വെച്ച് അയാൾ മരിക്കുമെന്നും ആരെങ്കിലും സ്വപ്നത്തിലെങ്കിലും കരുതിയതാണോ? ആ മരണത്തെ തുടർന്ന് പ്രകൃതി നിയമത്തിലെന്നവണ്ണം തനിക്ക് കപൂറിൻ്റെ സ്ഥാനം ലഭിക്കുന്നതാണ് സുധീൻ കണ്ടത്. സുധീൻ ആ പദവിക്ക് അർഹനല്ല എന്ന് ആരും പറയില്ല. അപ്പോൾ അത് കേവലം ഭാഗ്യം മാത്രമല്ല എന്ന കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞാണ് ഈ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തത്. സുധീൻ്റെ വിവാഹം നടത്താൻ അയാളുടെ മാതാപിതാക്കൾ തിരക്കുകൂട്ടുകയായിരുന്നു. സമയവും നല്ലതായിരുന്നു. അതിനാൽ സുധീന് സമ്മതിക്കേണ്ടതായി വന്നു. പാർക്ക് സർക്കസിൽ നേരത്തെ കഴിഞ്ഞിരുന്ന ഫ്ലാറ്റിൽ പ്രാവിൻകൂട് പോലുള്ള 2 ചെറിയ മുറികളിലായി കഴിയുക വിഷമമായിരുന്നു. അതിനും പുറമെ തൊട്ടടുത്തുള്ളൊരു വീട് വിവാഹ ആവശ്യത്തിന് വാടകയ്ക്ക് കൊടുക്കുക പതിവാണ്. രാപ്പകൽ ഗ്രാമഫോൺ റെക്കോർഡിൽ നിന്ന് ഷഹനായിയുടെ വികൃത സ്വരം പിളർന്ന മുളയുടേതുപോലുള്ള സ്വരം കേട്ട് സുധീന് മടുപ്പ് അനുഭവപ്പെട്ടിരുന്നു. ദല്ലാൽ വഴി വിവരമറിഞ്ഞ് സുധീൻ ആദ്യമായി കാണാൻ ചെന്ന ഫ്ലാറ്റ് ഭവാനിപ്പൂരിലെ ഈ ഫ്ലാറ്റ് തന്നെയായിരുന്നു. 2ാം നിലയിൽ നല്ല വലിപ്പമുള്ള 3 മുറികൾ, 2 ബാത്റൂം, പിൻഭാഗത്ത് വരാന്ത, മൊസൈക്ക് തറ, ജനാലകളിൽ ഗ്രിൽ, മികച്ച രീതിയിൽ പണി കഴിച്ച ഫ്ലാറ്റ്. ഓരോ വസ്തുവിലും ഭാവനയുടെയും അഭിരുചിയുടെയും ചിഹ്നം പ്രകടമായിരുന്നു. വാടക 800 രൂപ. വീട്ടുടമയുമായി സംസാരിച്ചപ്പോൾ ലോകം കണ്ടിട്ടുള്ള ആ വ്യക്തി ഒരു മാന്യനാണെന്ന് തോന്നി. സുധീന് വേറൊരു ഫ്ലാറ്റും നോക്കേണ്ടതായി വന്നില്ല. ഈ ഫ്ലാറ്റിലെത്തിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും ഒരു ദിവസം അർദ്ധരാത്രി ഉറക്കമുണർന്നപ്പോൾ പുറത്തുനിന്നുള്ള പ്രകാശം തൻ്റെ കണ്ണുകളിൽ പതിക്കുന്നതാണ് അയാൾ കണ്ടത്. വളരെ ശക്തമായ പ്രകാശം. ഇത്രയേറെ വൈകിയ രാത്രി സമയത്ത് എവിടെ നിന്നാണ് ഈ പ്രകാശം വരുന്നത്? സുധീൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരാന്തയിലെത്തി. ആ പ്രദേശമാകെ ഇരുട്ടിലാണ്. റോഡിൻ്റെ മറുവശത്തുള്ള പഴയ കൊട്ടാരത്തിൻ്റെ 3ാം നിലയിലുള്ള ഒരു മുറിയിൽ ബൾബ് തെളിയുന്നുണ്ട്. തുറന്നു കിടക്കുന്ന ജനാലയുടെ തിരശ്ശീലയ്ക്ക് മുകളിലുള്ള വിടവ് വഴി വെളിച്ചം നേരെ സുധീൻ്റെ മുറിയിലെത്തും. തലയണ എതിർദിശയിലാക്കി ഉറങ്ങിയാലും വെളിച്ചം സുധീൻ്റെ മുഖത്ത് പതിക്കും. എത്ര അരിശപ്പെടുത്തുന്ന കാര്യമാണിത്! മുറിയിൽ ഇരുട്ടില്ലെങ്കിൽ ആളുകൾ ഉറങ്ങുന്നതെങ്ങനെ? എന്തായാലും സുധീന് വെളിച്ചത്തിൽ കിടന്നുറങ്ങാൻ സാധ്യമല്ല. എന്നും ഇങ്ങനെ തുടരുമോ? ഒരാഴ്ച കൂടി പിന്നിട്ടപ്പോൾ ആ പതിവിന് ഒരു മാറ്റവുമില്ലെന്ന് സുധീൻ ഗ്രഹിച്ചു. 12 മണിയാകുന്നതിന് അല്പം മുമ്പ് ബൾബ് തെളിയും.
രാവിലെ വരെ കത്തി നിൽക്കുകയും ചെയ്യും. തൻ്റെ മുറിയുടെ തെക്ക് ഭാഗത്തുള്ള ജനാല അടച്ചുറങ്ങുന്നത് സുധീന് വളരെ വിഷമകരമാണ്. ആർക്കാണ് വിഷമം തോന്നാത്തത്? കൽക്കത്തയിൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. തെക്ക് വശത്തുള്ള ജനൽ, വിശേഷിച്ചും തൊട്ടു മുമ്പിൽ വേറെ വീടൊന്നുമില്ലെങ്കിൽ. ഈ ഫ്ലാറ്റിൻ്റെ ആകർഷണ ഘടകങ്ങളിൽ മുഖ്യമാണത്. ജനാലയ്ക്കപ്പുറത്ത് റോഡിനെതിർവശത്തായി പഴയ ആഭിജാത്യം തുളുമ്പുന്ന കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിൽ വിദൂര ഭാവിയിലെങ്ങും പുതിയ പൂമുഖം പണികഴിക്കപ്പെടാനുള്ള സാധ്യത കാണുന്നുമില്ല. ആ കൊട്ടാരം ഏതോ പഴയ ജമീന്ദാറിൻ്റേതാണെന്ന് കാണുമ്പോൾ തന്നെ തോന്നും. വളരെ നാളായി ആരെയും അവിടെ കണ്ടിട്ടില്ല. അധികം പേരൊന്നും അവിടെ താമസിക്കുന്നുമില്ലെന്ന് തോന്നുന്നു, 3-ാം നിലയിലെ ആ മുറിയിലൊഴികെ. ആ മുറിയിൽ താമസിക്കുന്നയാൾ രാത്രി മുഴുവനും ബൾബ് കത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നുമില്ല. 1-ാം നിലയിലെ ഫ്ലാറ്റിൽ സോമശേഖർ നാഗ് സകുടുംബം താമസിക്കുന്നു. സുധീൻ വരുന്നതിന് 3-4 മാസം മുമ്പ് മുതൽ തന്നെ അദ്ദേഹം ഈ ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. 55 വയസ്സ് പ്രായമുണ്ട്. ബംഗാൾ ക്ലബിലെ അംഗമാണ്. സന്ധ്യാസമയം അദ്ദേഹം ക്ലബിലാണ് കഴിച്ചുകൂട്ടുന്നത്. ഒരു ശനിയാഴ്ച വൈകുന്നേരം വീടിൻ്റെ ഗേറ്റിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു. അല്പസമയം സംസാരിക്കാനുള്ള ലോഭമടക്കാൻ സുധീന് കഴിഞ്ഞില്ല. ഈ വീടിന് മുമ്പിലുള്ള കെട്ടിടം ആരുടേതാണ്? ചൗധരിയുടെ. എന്താ, എന്തുപറ്റി? ഹേയ്, വിശേഷിച്ചൊന്നുമില്ല. പക്ഷേ അവിടെ ആരും താമസിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. എങ്കിലും 3-ാം നിലയിലെ ഒരു മുറിയിൽ രാത്രി മുഴുവനും ബൾബ് കത്തിക്കൊണ്ടിരിക്കും. ഇക്കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹേയ്, ഇല്ലില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. താങ്കളുടെ മുറിയിൽ വെളിച്ചം കടക്കില്ലേ? ഇല്ല, അങ്ങനെ സംഭവിക്കാനേ സാധ്യമല്ല. അതിൻ്റെ മേൽക്കൂരയുടെ ഭിത്തി നിങ്ങളുടെ മുറിയുടെ നേരെ മുമ്പിലല്ലേ? ഞങ്ങൾക്ക് മുറി പോലും കാണാൻ കഴിയില്ല. ഹോ, എങ്കിൽ രക്ഷപ്പെട്ടു. ആ പ്രകാശം കാരണം എനിക്ക് രാത്രിയിൽ ശരിയായി ഉറക്കം പോലും കിട്ടുന്നില്ല. ആഹാ, അത് വളരെ വിചിത്രമായിരിക്കുന്നുവല്ലോ. അത്ര വലിപ്പമുള്ള ആ മാളികയിൽ 1-2 പേരാണ് കഴിയുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഗംഗൻ ചൗധരിയാണ് ഉടമ. അദ്ദേഹത്തെ കണ്ടിട്ടേയില്ല. ഞാനിവിടെ വന്ന ശേഷം ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷേ ധാരാളം പ്രായം കാണും. ഒരു കാലത്ത് അദ്ദേഹം ചിത്രം വരയ്ക്കുമായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. താങ്കൾ ഒരു കാര്യം ചെയ്യൂ, നേരെ അദ്ദേഹത്തെ സമീപിച്ച് വിവരം പറയണം. ഒന്നുമല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം മുറിയുടെ ജനാല അടച്ചിടാനെങ്കിലും കഴിയുമല്ലോ. അയൽക്കാരൻ എന്ന നിലയിൽ അത്രയെങ്കിലും ചെയ്യാതിരിക്കുമോ? ഹാ, അത് ചെയ്യാം. പക്ഷേ അതത്ര എളുപ്പമല്ലെന്ന് തോന്നുന്നു. അപേക്ഷ നടത്തിയാൽ അദ്ദേഹം അംഗീകരിക്കുമെന്നതിന് ഒരു ഗ്യാരണ്ടിയുമില്ല. രാത്രിയിൽ ഗംഗൻ ചൗധരിയുടെ മുറിയിൽ എന്താണ് നടക്കുന്നതെന്ന് ആർക്കറിയാം? വെളിച്ചത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യണമെന്നാണ് സുധീൻ കരുതിയത്. പക്ഷേ ആ പഴയ കൊട്ടാരത്തിൻ്റെ മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്നറിയാനുള്ള ആഗ്രഹം ഒട്ടും തന്നെ കുറവായിരുന്നില്ല. അയാളുടെ സുഹൃത്ത് മഹീം കുതിരസവാരി നടക്കുന്ന മൈതാനത്ത് പോകുക പതിവാണ്. അയാളുടെ പക്കൽ ഒരു വലിയ ബൈനോക്കുലറുമുണ്ട്. അതുപയോഗിച്ച് നോക്കിയാൽ വല്ലതും മനസ്സിലാക്കാൻ കഴിയുമോ? മുറി വളരെ അകലെയാണ്. അതിനാൽ ബൈനോക്കുലർ ആവശ്യമാണ്. ചൗധരി കുടുംബത്തിൻ്റെ വീട് റോഡിന് തൊട്ടടുത്തല്ല. ചുമരി പിന്നിട്ട ശേഷം തോട്ടമുണ്ട്. ആ ദൂരം പിന്നിട്ടാൽ പിന്നെയും ദൂരമുണ്ട്. കാരണം 3-ാം നിലയിലെ ആ മുറിയുടെ മുമ്പിൽ വരാന്തയുണ്ട്. മഹീമിൻ്റെ ബൈനോക്കുലർ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ജനാല അടുത്ത് കാണാൻ കഴിഞ്ഞു. പക്ഷേ തിരശ്ശീലയ്ക്ക് മുകളിലൂടെ ചുമരിൻ്റെ ചെറിയൊരു ഭാഗമൊഴികെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞതുമില്ല. പക്ഷേ ആ വെളിച്ചത്തിൽ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന 2 എണ്ണച്ചായ ചിത്രങ്ങളുടെ നെഞ്ചിൻ്റെ അല്പഭാഗമൊഴികെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞതുമില്ല. അപ്പോൾ അതൊരു ചിത്രകാരൻ്റെ മുറിയാണോ? അതുതന്നെയായിരുന്നോ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ? പക്ഷേ അവിടെ ആരുമില്ലേ? ഉണ്ട്, ആരോ ഉണ്ട്. ആരോ ഒരാളുടെ രൂപത്തിൻ്റെ നിഴൽ ജനാലയുടെ തിരശ്ശീലയിൽ പതിച്ചത് ഇപ്പോഴാണ്. ആരോ ഒരാൾ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്ക് നടന്നു. പക്ഷേ നിഴൽ കണ്ടിട്ട് ആരാണതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തിരശ്ശീല കാരണം വ്യക്തമായി കാണാൻ കഴിഞ്ഞതുമില്ല.
ഏകദേശം 15 നിമിഷത്തെ നിരീക്ഷണം കഴിഞ്ഞപ്പോൾ സുധീന് ക്ഷീണം തോന്നി. കിട്ടാവുന്ന അല്പസമയത്ത് ഉറക്കമെങ്കിലും ഈ അവസ്ഥയിൽ സുധീൻ ഉപയോഗപ്പെടുത്തണ്ടേ? ബൈനാക്കുലർ മേശപ്പുറത്ത് വെച്ചിട്ട് സുധീൻ ഉറങ്ങാൻ കിടന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അയാൾ മനസ്സാ നിശ്ചയിച്ചു. നേരെ ഗംഗൻ ചൗധരിയെ ചെന്ന് കാണേണ്ടതായി വരും. മുറിയുടെ വടക്ക് ഭാഗത്തെ ജനാല അടച്ചിടാൻ അദ്ദേഹത്തോട് പറയും. അത് അദ്ദേഹം അംഗീകരിച്ചാൽ നല്ലത് തന്നെ. അല്ലെങ്കിൽ ഈ സ്ഥിതിയോട് ചേർന്ന് പോകേണ്ടി വരും സുധീന്. ഗംഗൻ ചൗധരി എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അയൽക്കാരൻ്റെ അപമാനകരമായ പെരുമാറ്റം സഹിക്കുക വളരെ വിഷമകരമാണ്. അയാൾ എത്ര സമർത്ഥനായിരുന്നാലും ശരി. പക്ഷേ അതിന് ശ്രമിച്ചേ പറ്റൂ. ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. കാവൽക്കാരനെ കാണാഞ്ഞപ്പോൾ സുധീന് അല്പം ആശ്ചര്യം തോന്നി. എങ്കിലും ആദ്യത്തെ പ്രതിബന്ധം വളരെ എളുപ്പം തരണം ചെയ്യാൻ കഴിഞ്ഞു. ആ ചിന്ത അയാളെ അല്പം ആശ്വസിപ്പിച്ചു. രാത്രിയിലാണ് അയാൾ പോകാൻ നിശ്ചയിച്ചത്. കാരണം അദ്ദേഹം ആവശ്യപ്പെട്ടാൽ പ്രകാശമുറിയിലേക്ക് വീഴുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുമല്ലോ. ഭവാനിപ്പൂരിലെ മാന്യന്മാർ താമസിക്കുന്ന ഈ പ്രദേശത്ത് തണുപ്പ് കാലത്ത് രാത്രി 11 മണിയാകുന്നതിന് മുമ്പ് തന്നെ നിശബ്ദത വ്യാപിക്കുന്നു. ഇന്നലെ പൗർണമിയായിരുന്നു. നിലാവെളിച്ചത്തിൽ ചൗധരി കുടുംബത്തിൻ്റെ വൃക്ഷങ്ങൾ നിറഞ്ഞ തൊടിയിൽ എല്ലാം വ്യക്തമായി കാണപ്പെടുന്നു. വെണ്ണക്കല്ലിൽ നിർമ്മിച്ച സ്ത്രീരൂപം വലതുവശത്തുണ്ട്. പായൽ ബാധിച്ച് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വരാന്തയുടെ നേരെ സുധീൻ നടന്നു നീങ്ങി. 3-ാം നിലയിലെ ബൾബ് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഭാഗ്യം അനുകൂലമാണെങ്കിൽ താഴത്തെ നിലയിൽ തന്നെ ഗംഗൻ ചൗധരിയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞെന്നും വരാം. പ്രധാന വാതിലിലെ സാക്ഷിയിൽ തട്ടിയപ്പോൾ പ്രൗഢാവസ്ഥയിലെത്തിയ ഒരു വേലക്കാരൻ വാതിൽ തുറന്നിട്ട് ചോദിച്ചു, ആരെയാണ് കാണേണ്ടത്? ശ്രീരാമൻ ചൗധരി, ഗംഗൻ ചൗധരി. അദ്ദേഹം ഉറങ്ങിയോ? ഇല്ല. അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിയുമോ? എൻ്റെ പേര് സുധീൻ സർക്കാർ. മുൻപിൽ കാണുന്ന കെട്ടിടത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഒരു വിശേഷപ്പെട്ട കാര്യമുണ്ടായതിനാലാണ് ഞാൻ തന്നെ വന്നത്. വേലക്കാരൻ അകത്തേക്ക് പോയിട്ട് 1 നിമിഷത്തിന് ശേഷം മടങ്ങി വന്നു. താങ്കൾ വരണം. കാര്യങ്ങൾ വളരെ എളുപ്പമാകുകയാണല്ലോ. ഇത് ആശ്ചര്യകരമായ കാര്യം തന്നെ. അകത്ത് കടന്ന സുധീൻ വരാന്തയിലൂടെ സ്വീകരണ മുറിയിലെത്തി. ഇരിക്കൂ. നിലാവെളിച്ചത്തിൻ്റെ ഒരു പാളി ജനാലയിലൂടെ കടന്നുവന്ന് സോഫയിൽ വീഴുന്നുണ്ടായിരുന്നു. അതിനാൽ സുധീൻ അവിടെ നിന്ന് അല്പം അകന്നാണ് ഇരുന്നത്. വേലക്കാരൻ ബൾബ് തെളിയിക്കാത്തത് എന്താണ്? ഈ സമയത്ത് ലോഡ് ഷെഡിംഗ് തുടങ്ങിയോ? സുധീൻ മുറിയിലാകെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയതോടെ അയാളുടെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് ഇരട്ടിയായി. ഇതെന്താണ്? ആൾത്തിരക്കുള്ളൊരു മുറിയിലാണോ താൻ വന്നെത്തിയിരിക്കുന്നത്? ആരൊക്കെയാണ് തന്നെ വലയം ചെയ്ത് നോക്കുന്നത്? മുറിയിലെ മങ്ങിയ വെളിച്ചയുമായി പരിചയം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നോക്കുന്നത് മനുഷ്യരല്ലെന്നും മുഖംമൂടികളാണെന്നും സുധീന് മനസ്സിലായി. ഓരോ മുഖംമൂടിയുടെയും കണ്ണുകൾ തന്നെയാണ് നോക്കുന്നതെന്ന് തോന്നി. ആ മുഖംമൂടികളൊന്നും ഈ നാട്ടിലേതല്ലെന്നും സുധീൻ മനസ്സിലാക്കി. കൂടുതലും ആഫ്രിക്കയിൽ നിന്നുള്ളവയാണെന്ന് കണ്ടിട്ട് തോന്നുന്നു. ചിലത് തെക്കേ അമേരിക്കയിൽ നിന്നുള്ളവയും. ഒരു കാലത്ത് സുധീൻ മികച്ച ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. അച്ഛന് എതിർപ്പില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അയാൾ ഇന്നൊരു പ്രൊഫഷണൽ ചിത്രകാരനായി മാറിയേനെ. കരങ്ങളുടെ വിവിധ രചനാ വൈഭവം ഇന്നും അയാളുടെ മനസ്സിൽ വലിയ കൗതുകമായി നിലനിൽക്കുന്നു. തൻ്റെ സാഹസത്തെ മനസ്സാ പ്രശംസിക്കാതിരിക്കാൻ സുധീന് കഴിഞ്ഞില്ല. ഇരുട്ട് നിറഞ്ഞ ഈ മുറിയിൽ മുഖം മൂടികളാൽ ചുറ്റപ്പെട്ട മൗലിക ലോകത്തെത്തിപ്പെട്ടാൽ പലരും ഭയന്ന് വിറച്ചു പോകും. മുറിയിൽ എപ്പോഴാണ് മനുഷ്യപ്രവേശമുണ്ടായതെന്ന് സുധീന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കനപ്പെട്ട ശബ്ദം കേട്ട് തൻ്റെ സമീപം സോഫയിലിരുന്ന മനുഷ്യനെ സുധീൻ നോക്കി. ഇത്രയേറെ രാത്രിയായ സമയത്ത്? യാന്ത്രികമായി 2 കൈകളും ഉയർത്തി നമസ്കരിച്ച സുധീൻ എന്തിനാണ് താൻ വന്നതെന്ന് പറയാൻ ആഗ്രഹിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. ആഭിജാത്യമുള്ള കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം എന്നതിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ വില പിടിച്ച ഷാൾ തന്നെ അക്കാര്യം സൂചിപ്പിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ തേജസ്സില്ലാത്ത ശരീരത്തിൻ്റെ നിറവും കണ്ണുകളിൽ അത്തരം അസ്വാഭാവികമായ തീക്ഷ്ണതയും
മുമ്പൊരിക്കലും സുധീൻ കണ്ടിരുന്നില്ല. അത്തരമൊരാളെ ആദ്യം കാണുമ്പോൾ ആരുടെയെങ്കിലും വായിൽ നിന്ന് പെട്ടെന്ന് വല്ല ശബ്ദവും പുറപ്പെടാൻ സാധ്യതയില്ല. അദ്ദേഹം കണ്ണിമയ്ക്കാതെ സുധീനെ നോക്കുകയാണ്. സ്വയം നിയന്ത്രിക്കാൻ സുധീന് ഏകദേശം 1 നിമിഷം വേണ്ടി വന്നു. അതിനുശേഷം അയാൾ വായ് തുറന്നു. ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാൻ വന്നതാണ്. പറയുന്നതിൽ വിഷമം തോന്നരുത്. ഗംഗൻ ചൗധരി താങ്കൾ തന്നെയല്ലേ? തല കുലുക്കി അതെ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മഹത്തായ തലയുടെ 3 വശത്തും സിംഹത്തിൻ്റെ രോമം പോലെ പകുതി നരച്ച മുടി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 65-ൽ താഴെയാകില്ലെന്നും തോന്നി. സുധീൻ പറഞ്ഞു, എൻ്റെ പേര് സുധീന്ദ്രനാഥ് സർക്കാർ എന്നാണ്. മുൻപിലുള്ള കെട്ടിടത്തിൻ്റെ 2ാം നിലയിലെ ഫ്ലാറ്റിലാണ് ഞാൻ കഴിയുന്നത്. 3ാം നിലയിലുള്ള താങ്കളുടെ ഒരു മുറിയിൽ രാത്രി മുഴുവനും ബൾബ് തെളിയുന്നുണ്ടാകും. അതുമൂലം എനിക്ക് വളരെ അസൗകര്യമുണ്ടാകുന്നു എന്നതാണ് വാസ്തവം. പ്രകാശം നേരെ എൻ്റെ മുഖത്താണ് പതിക്കുന്നത്. താങ്കൾക്ക് ജനാല അടച്ചിടാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. എൻ്റെ ഉറക്കത്തിന് അത് തടസ്സമുണ്ടാകുന്നു. പകൽ മുഴുവനും ഓഫീസിൽ ജോലി ചെയ്ത ശേഷം രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ... സുധീൻ്റെ നേരെ അദ്ദേഹം ഈമ പൂട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. ഈ മുറിയിൽ വിളക്ക് തെളിയിക്കാറില്ലേ? വിവശനായി സുധീന് തന്നെ വീണ്ടും വായ തുറക്കേണ്ടതായി വന്നു. കാര്യം അല്പം കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. എൻ്റെ മുറിയുടെ ജനാല ഞാൻ അടച്ചിട്ടാൽ വെളിച്ചം കടക്കില്ല. പക്ഷേ ആ ജനാല തെക്ക് ഭാഗത്തല്ലേ. അതിനാൽ താങ്കൾക്ക് ജനാല അടയ്ക്കേണ്ടി വരില്ല. ശരി, ഞാൻ തന്നെ അടച്ചോളാം. പെട്ടെന്ന് തലയിലെ ഭാരമൊഴിഞ്ഞതുപോലെ സുധീന് തോന്നി. ശരി, എങ്കിൽ അങ്ങനെയാകട്ടെ. വളരെ വളരെ നന്ദി. താങ്കൾ മടങ്ങുകയാണോ? സുധീൻ എഴുന്നേൽക്കാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷേ ആ ചോദ്യം കേട്ട് എന്ത് പറയണമെന്ന് നിശ്ചയിക്കാനാവാത്ത ഒരു സ്ഥിതിയിലായി. വീണ്ടും ഇരുന്ന ശേഷം പറഞ്ഞു, രാത്രി വളരെയായി. ഇനി താങ്കൾക്കും ഉറങ്ങണ്ടേ? ഞാൻ രാത്രിയിൽ ഉറങ്ങാറില്ല. അദ്ദേഹത്തിൻ്റെ നോട്ടം സുധീൻ്റെ മേൽ തറച്ചു. ഒരുപക്ഷേ വായിക്കുകയോ എഴുതുകയോ മറ്റോ? സുധീൻ്റെ ചോദ്യം ഭാരിച്ച സ്വരത്തിലായിരുന്നു. ഈ സാഹചര്യത്തിൽ ഗംഗൻ ചൗധരിയുടെ സാന്നിധ്യം പ്രിയങ്കരമല്ലെന്ന് സമ്മതിക്കേണ്ടതായി വരും. അല്ല, പിന്നെ ചിത്രം വരയ്ക്കും. ബൈനോക്കുലർ ഉപയോഗിച്ച് മുറിയുടെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ചിത്രങ്ങൾ കണ്ട് ഏതോ ചിത്രകാരൻ്റെ സ്റ്റുഡിയോ ആയിരിക്കും അതെന്ന് തനിക്ക് തോന്നിയ കാര്യം സുധീന് ഓർമ്മ വന്നു. ഒരു കാലത്ത് അദ്ദേഹം ചിത്രം വരയ്ക്കാറുണ്ടായിരുന്നുവെന്ന് നാഗ് സാബ് പറയുകയുണ്ടായി. അതായത് ആ മുറി താങ്കളുടെ സ്റ്റുഡിയോ ആണ് അല്ലേ? അനുമാനം ശരി തന്നെ. പക്ഷേ ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് അക്കാര്യം അറിഞ്ഞുകൂടാൻ തോന്നുന്നുവല്ലോ. ഗംഗൻ ചൗധരി ഒരു നേർത്ത ചിരി ചിരിച്ചു. താങ്കളുടെ പക്കൽ സമയമുണ്ടോ? സമയമോ എന്നുവെച്ചാൽ? സമയമുണ്ടെങ്കിൽ ചിലത് സംസാരിക്കാം. വളരെ പഴക്കമുള്ള കാര്യങ്ങൾ. ഒരിക്കലും ആരോടും പറയാൻ അവസരം ലഭിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരസിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് സുധീന് തോന്നി. ശരി, പറയൂ. ചുറ്റുപാടും താമസിക്കുന്നവർക്ക് ഇക്കാര്യം അറിഞ്ഞുകൂടാത്തതിൻ്റെ കാരണം അവർക്കതറിയാൻ ആഗ്രഹമില്ലാത്തതാണ്. ഒരു വ്യക്തി അയാളുടെ ജീവിതം മുഴുവനും ചിത്രകലയ്ക്ക് വേണ്ടി നീക്കിവെച്ചു. പക്ഷേ അതേപ്പറ്റി അറിയാൻ ആർക്കും തന്നെ താല്പര്യമില്ല. ഒരു കാലത്ത് എക്സിബിഷൻ നടത്തിയപ്പോൾ ചിലരെല്ലാം അത് വന്ന് കണ്ടു. അല്പം പ്രസിദ്ധിയും ലഭിക്കുകയുണ്ടായി. പക്ഷേ സ്ഥിതിക്ക് മാറ്റം വരാൻ തുടങ്ങിയപ്പോൾ രക്തവും മാംസവുമുള്ള മനുഷ്യൻ്റെ രൂപത്തിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ആദരവ് ലഭിക്കാതെ വന്നതു മുതൽ ഞാൻ സ്വയം ഒതുങ്ങിക്കൂടി. പുതിയ പതാകയും വഹിച്ചുകൊണ്ട് നീങ്ങാൻ ഞാൻ പഠിച്ചില്ല. മനസ്സാ ഡാവഞ്ചിയെ ഗുരുവായി സ്വീകരിച്ചിരുന്നു. ഇന്നും അദ്ദേഹം തന്നെയാണ് എൻ്റെ ഗുരു. പക്ഷേ താങ്കൾ എത്തരം ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്? മനുഷ്യരുടെ ചിത്രങ്ങളോ? പോർട്രേറ്റ്? മനസ്സിൽ നിന്നോ? അല്ല, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പഠിച്ചിട്ടില്ല. എൻ്റെ മുമ്പിൽ ആരെങ്കിലും വന്നിരിക്കാതെ
എനിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയില്ല. അർദ്ധരാത്രിയിൽ വരും, മോഡലുകൾ വരും, ഇരിക്കും, നിത്യവും വരും. സുധീൻ അല്പസമയം സ്തംഭിച്ചിരുന്നു. എത്തരം കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു ഭ്രാന്തൻ്റെ വാക്കുകൾ പോലെ തോന്നിക്കുന്നു. വിശ്വാസം വരുന്നില്ല അല്ലേ? ഗംഗൻ ചൗധരിയുടെ ചുണ്ടിൽ ആദ്യമായി തെളിഞ്ഞ മനോഹരമായ ചിരി പ്രകടമായി. എന്താണ് പറയേണ്ടതെന്ന് സുധീന് മനസ്സിലായില്ല. എങ്കിൽ എന്നോടൊപ്പം വരൂ. ആ നിർദ്ദേശം അനുസരിക്കാതിരിക്കാൻ സുധീന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ശബ്ദത്തിലും എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് സമ്മതിക്കേണ്ടതായി വരും. ഈ മാന്യൻ എത്തരം ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്? പോർട്രേറ്റ് വരപ്പിക്കാൻ അർദ്ധരാത്രിയിൽ ആരാണ് ഇരുന്നു കൊടുക്കുന്നത്? അവരെ എപ്രകാരമാണ് ഇങ്ങർ വിളിക്കുന്നത്? എൻ്റെ സ്റ്റുഡിയോയിലൊഴികെ വീട്ടിലൊരിടത്തും വൈദ്യുതിയില്ല. മണ്ണെണ്ണ വിളക്കിൻ്റെ മങ്ങിയ പ്രകാശത്തിൽ തടിയിൽ നിർമ്മിച്ച കോണി കയറുന്നതിനിടെ ഗംഗൻ ചൗധരി പറഞ്ഞു, ബാക്കിയുള്ള കണക്ഷനെല്ലാം വിച്ഛേദിച്ചിരിക്കുന്നു. വീതിയേറിയ ഈ കോണിപ്പടിയിൽ, ചുമരുകളിൽ, സ്വീകരണ മുറിയിലെങ്ങും ഒരു പെയിൻറ്റിങ് പോലുമില്ല എന്നത് ആശ്ചര്യം തന്നെ. അപ്പോൾ പെയിൻറ്റിങ്ങുകളെല്ലാം സ്റ്റുഡിയോയിൽ ശേഖരിച്ചു വെച്ചിരിക്കുകയാണോ? 3-ാം നിലയിൽ ഇടത്തേക്ക് തിരിയുന്നിടത്ത് ഒരു വാതിലുണ്ട്. ആ വാതിൽ തുറന്ന് മുറിയിൽ സുധീനോടൊപ്പം പ്രവേശിച്ച ശേഷം വാതിലടച്ച് ഇടതുവശത്തെ ചുമരിലുള്ള സ്വിച്ചിൽ ഗംഗൻ ചൗധരി വിരലമർത്തിയപ്പോൾ മുറിയിൽ ഉജ്ജ്വല പ്രകാശം പരന്നു. സ്റ്റുഡിയോ അതുതന്നെയാണെന്ന കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ല. ചിത്രം വരയ്ക്കാനുള്ള എല്ലാ സജ്ജീകരണവും അവിടെയുണ്ട്. മുറിയുടെ ഒരു കോണിൽ ബൾബിൻ്റെ നേരെ താഴെയായി ഈസിലിൽ ഒരു പുതിയ ക്യാൻവാസ് വെച്ചിട്ടുണ്ട്. അതിൽ പുതിയ ചിത്രം വരയ്ക്കാൻ ആരംഭിക്കും എന്ന കാര്യം വ്യക്തവുമാണ്. പൂർണ്ണമാക്കിയ ചിത്രങ്ങളിൽ ചിലത് ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നു. പോർട്രേറ്റുകളെല്ലാം തറയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. കുറഞ്ഞത് 100 എണ്ണമെങ്കിലും വരും. തറയിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ കയ്യിലെടുത്ത് നോക്കിയാൽ മാത്രമേ അവ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന പോർട്രേറ്റുകൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. കൂടുതലും പുരുഷന്മാരുടെ ചിത്രമാണ്. പഴയ ശൈലിയിൽ വരച്ചിരിക്കുന്ന ഈ ചിത്രങ്ങൾക്ക് വളരെ കലാത്മകതയുണ്ടെന്ന് സുധീന് മനസ്സിലായി. ജീവിച്ചിരിക്കുന്ന ധാരാളം പേരുടെ തിരക്കിൽ വന്ന് പെട്ടിരിക്കുകയാണ് താനെന്ന് ഇപ്പോൾ സുധീന് തോന്നി. അവരെല്ലാം തന്നെ നോക്കുകയാണ്. ചുരുങ്ങിയത് 50 ജോഡി കണ്ണുകളെങ്കിലും വരും. പക്ഷേ ഇവരൊക്കെ ആരാണ്? 1-2 മുഖങ്ങൾ പരിചയമുള്ളതുപോലെ തോന്നുന്നു. പക്ഷേ എങ്ങനെയുണ്ട്? ഗംഗൻ ചൗധരി ചോദിച്ചു. വളരെ മികച്ചവ തന്നെ. സുധീൻ അക്കാര്യം സമ്മതിക്കേണ്ടതായി വന്നു. പക്ഷേ എണ്ണച്ചായ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമ്പ്രദായം ചുരുങ്ങി വരികയാണ്. ആ സ്ഥിതിക്ക് എന്നെപ്പോലുള്ള ചിത്രകാരന്മാരുടെ സ്ഥിതി എന്താകുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്ക്. പക്ഷേ താങ്കളെപ്പോലുള്ളവർക്ക് ജോലി കുറവൊന്നുമില്ലെന്ന് ഈ മുറിയിലെത്തിയപ്പോൾ തോന്നുന്നു. എന്താണ് നിങ്ങൾ പറയുന്നത്? ഇത് അടുത്ത കാലത്തെ സ്ഥിതിയാണ്. ഒരു കാലത്ത് നിരന്തരം 15 വർഷക്കാലം പത്രത്തിൽ പരസ്യം കൊടുത്തുകൊണ്ടിരുന്നു. ഒരാൾ പോലും പ്രതികരിച്ചില്ല, മറുപടി നൽകിയില്ല. ഒടുവിൽ നിവർത്തിയില്ലാതെ നിർത്തിവെക്കേണ്ടതായി വന്നു. അത് കഴിഞ്ഞ് താങ്കൾ എപ്പോഴാണ് ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത്? സ്ഥിതിക്ക് മാറ്റമുണ്ടായപ്പോൾ. സുധീൻ ഒന്നും പറഞ്ഞില്ല. അയാളുടെ ശ്രദ്ധ മുഴുവനും ചിത്രങ്ങളുടെ നേർക്കായിരുന്നു. അതിനിടെ അയാൾക്ക് 3 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഒരാൾ 4-5 മാസം മുമ്പാണ് മരിച്ചത്. പ്രസിദ്ധ ഗായകൻ അനന്ത് ലാൽ നിയോഗി. 7-8 വർഷം മുമ്പ് സംഗീത സദസ്സിൽ വെച്ച് സുധീൻ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടിരുന്നു. മറ്റൊരാൾ അസീമാനന്ദ സ്വാമിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. പക്ഷേ പിന്നീട് സന്യാസിയായി. അദ്ദേഹം കുറേ വർഷം മുമ്പ് മരിച്ചു. പത്രത്തിൽ ഫോട്ടോ വന്നിരുന്നത് സുധീന് ഓർമ്മയുണ്ട്. 3-ാമൻ എയർ ഇന്ത്യയുടെ ബംഗാളിയായ പൈലറ്റ് ക്യാപ്റ്റൻ ചക്രവർത്തി. 3 വർഷം മുമ്പ് ലണ്ടനിലേക്കുള്ള യാത്രാമധ്യേ ബോയിങ് അപകടത്തിൽപ്പെട്ട് 250 പേർക്കൊപ്പം മരിച്ചു. ചിത്രം കണ്ട് മാത്രമാണ് സുധീന് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞുകൂടാ. ഒരിക്കൽ ഓഫീസ് കാര്യത്തിന് റോമിൽ പോയപ്പോൾ
വിമാനത്തിൻ്റെ കോക്പിറ്റിൽ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുകയുണ്ടായി. ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ സുധീന് കഴിഞ്ഞില്ല. ഇവരെല്ലാം പോർട്രേറ്റ് വരപ്പിക്കാൻ മാത്രമാണോ വന്നത്? അവർ സ്വന്തം ചിത്രം കൊണ്ടുപോയില്ലേ? ഇത്തവണ ഗംഗൻ ചൗധരി കുലുങ്ങിച്ചിരിക്കുന്നത് സുധീൻ കണ്ടു. അല്ല മിസ്റ്റർ സർക്കാർ, പോർട്രേറ്റ് വരപ്പിക്കുക അവരുടെ ലക്ഷ്യമായിരുന്നില്ല. എൻ്റെ ശേഖരത്തിന് വേണ്ടിയാണ് ഞാൻ അവ വരച്ചത്. താങ്കൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? നിത്യേന ആരെങ്കിലും പോർട്രേറ്റ് വരപ്പിക്കാനായി ഇവിടെ വന്നിരിക്കുമോ? അല്പസമയം കൂടി തങ്ങിയാൽ കാണാം. ഇന്നും ഒരാൾ വരും. സുധീന് തല ചുറ്റുന്നതുപോലെ തോന്നി. പക്ഷേ അവരുമായി താങ്കൾ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? പറയാം. എൻ്റെ രീതി അല്പം വ്യത്യസ്തമാണ്. അലമാരയുടെ ഷെൽഫിൽ നിന്നും ഒരു വലിയ രജിസ്റ്റർ പുറത്തെടുത്ത് ഗംഗൻ ചൗധരി സുധീൻ്റെ സമീപമെത്തി. ഇത് തുറന്നു നോക്കണം, ഇതിലെന്താണെന്ന്. ബൾബിന് ചുവട്ടിലെത്തി സുധീൻ രജിസ്റ്റർ തുറന്നു. അതിൻ്റെ ഓരോ പേജിലും പത്രത്തിൽ നിന്ന് മുറിച്ചെടുത്ത മരണവാർത്തകൾ ഒട്ടിച്ചു ചേർത്തിരുന്നു. മിക്ക വാർത്തകൾക്കുമൊപ്പം മരിച്ചവരുടെ ചിത്രവുമുണ്ട്. ചില കട്ടിങ്ങുകൾക്ക് നേരെ പെൻസിൽ ഉപയോഗിച്ച് ഗുണനചിഹ്നം നൽകിയിരിക്കുന്നതായി സുധീൻ കണ്ടു. പെൻസിൽ ഉപയോഗിച്ച് അടയാളം നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ ചിത്രം വരച്ചു കഴിഞ്ഞതായി മനസ്സിലാക്കാം, ഗംഗൻ ചൗധരി പറഞ്ഞു. പക്ഷേ അവരുമായി സമ്പർക്കം പുലർത്തുന്നതെങ്ങനെ? അത് വളരെ... സുധീൻ്റെ കയ്യിൽ നിന്നും രജിസ്റ്റർ മടക്കി വാങ്ങി ഗംഗൻ ചൗധരി യഥാസ്ഥാനത്ത് വെച്ചു. തുടർന്ന് മടങ്ങി വന്നിട്ട് പറഞ്ഞു, അത് എല്ലാവരെ കൊണ്ടും നടപ്പുള്ള കാര്യമല്ല. പക്ഷേ ഞാനത് ചെയ്യും. അവർ എവിടെയാണോ കഴിയുന്നത് അവിടെ ടെലിഫോണില്ല, കത്തുകൾ എത്തിക്കാനുള്ള ഏർപ്പാടുമില്ല. അതിന് വേറെ ചില ഉപായം ചെയ്യേണ്ടതായി വരും. സുധീൻ്റെ കൈകാലുകൾ മരവിച്ചു പോയി. തൊണ്ട വരണ്ടുണങ്ങി. എങ്കിലും ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. താങ്കൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇവരുടെയെല്ലാം ചിത്രം ഇവരുടെ മരണശേഷമാണോ താങ്കൾ വരച്ചത്? മരണത്തിന് മുമ്പ് ഇവരെപ്പറ്റി എങ്ങനെയാണ് സുധീൻ ബാബു എനിക്ക് അറിയാൻ കഴിയുക? കൽക്കത്തയിൽ എത്ര ആളുകളെയാണ് എനിക്ക് അറിയാവുന്നത്? മരണം സംഭവിച്ചില്ലെങ്കിൽ അവരും അവർ കഴിയുന്ന ചുറ്റുപാടും എങ്ങനെയാണ് വ്യത്യാസപ്പെടുക? മരിച്ചവർ മാത്രമേ പൂർണ്ണമായും മുക്തരായുള്ളൂ, പൂർണ്ണമായും സ്വതന്ത്രരാകുന്നുള്ളൂ. അവർക്ക് സമയത്തിനും കുറവില്ല, സഹനശക്തിക്കും കുറവില്ല. ചിത്രം പൂർണ്ണമാകുന്നതുവരെ അവർ ആ കസാരയിൽ അടങ്ങിയിരിക്കും. രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഘടികാരത്തിൻ്റെ ശബ്ദം ഉയർന്നു. കോണിയുടെ സമീപം ആ ഘടികാരം കണ്ടതുപോലെ തോന്നി. 12 മണിയായി, ഗംഗൻ ചൗധരി പറഞ്ഞു. ഇപ്പോൾ വരും. ആര്? സുധീൻ്റെ സ്വരം അസ്വാഭാവികമായ വിധത്തിൽ ഒതുങ്ങിയതും രൂക്ഷവുമായിരുന്നു. അയാൾക്ക് തല ചുറ്റുന്നതുപോലെ തോന്നി. ഇന്ന് ഇരുന്ന് തരാനുള്ള വ്യക്തി. അത് അയാളുടെ കാലിൻ്റെ ശബ്ദമാണ്. സുധീൻ്റെ ശ്രവണശക്തിക്ക് തകരാറൊന്നും തന്നെയില്ല. അതിനാൽ അയാൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു. പുറത്ത് താഴെ നിന്ന് ചെരുപ്പിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. വരൂ, വന്നു നോക്കൂ. ഗംഗൻ ചൗധരി സമീപത്തുള്ളൊരു ജാലകത്തിനരികിലേക്ക് നീങ്ങി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലോ, വന്നു നോക്കൂ. സുധീൻ യാന്ത്രികമായി ഗംഗൻ ചൗധരിയുടെ സമീപം ചെന്ന് താഴേക്ക് നോക്കി. അതിനുശേഷം അറിയാതെ തന്നെ അയാളുടെ തൊണ്ടയിൽ നിന്ന് ഒരു നിലവിളി ശബ്ദം പുറപ്പെട്ടു. ഇയാളെ എനിക്കറിയാം. മിലിറ്ററിക്കാരുടേതുപോലുള്ള ഗാംഭീര്യം കലർന്ന മട്ട്, നീണ്ടു തടിച്ച ശരീരം, ചാരനിറത്തിലുള്ള സഫാരി സൂട്ട്. ഇദ്ദേഹമായിരുന്നു സുധീൻ്റെ ബോസ്, നരേന്ദ്ര കപൂർ. സുധീന് തല ചുറ്റുന്നതുപോലെ തോന്നി. വീണു പോകാതിരിക്കാൻ വേണ്ടി അയാൾ പെട്ടെന്ന് ഈസലിൽ കയറി പിടിച്ചു. പടി കയറി മുകളിലേക്ക് വരുന്ന ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. തടി കൊണ്ടുള്ള പടിയിൽ ഷൂസ് പതിക്കുമ്പോഴത്തെ ശബ്ദം വീട്ടിലാകെ മുഴങ്ങി. ഇപ്പോൾ ശബ്ദം ഒതുങ്ങിയിരിക്കുന്നു. നിശബ്ദമായ ചുറ്റുപാടിൽ ഗംഗൻ ചൗധരി വീണ്ടും വായ് തുറന്നു. സമ്പർക്കം പുലർത്തുന്നത് എങ്ങനെ എന്നല്ലേ താങ്കൾ ചോദിച്ചത്? സുധീൻ ബാബു, വളരെ ലളിതമാണത്.
കൈകൊണ്ട് ഇങ്ങനെയൊന്ന് ആംഗ്യം കാട്ടിയാലുടൻ അത് നടന്നു വരും. സുധീൻ അമ്പരപ്പോടെ നോക്കി. വില കൂടിയ ഷാളിനുള്ളിൽ നിന്ന് ഗംഗൻ ചൗധരി തൻ്റെ വലത് കൈ നീട്ടിക്കാണിച്ചു. കയ്യിൽ മാംസമോ തൊലിയോ ഒന്നും തന്നെയില്ല, വെറും എല്ല് മാത്രം. ഏത് കൈകൊണ്ടാണ് വിളിക്കുന്നത് ആ കൈകൊണ്ട് തന്നെ ചിത്രവും വരയ്ക്കും. ബോധം മറയുന്നതിന് ഒരു നിമിഷം മുമ്പേ സ്റ്റുഡിയോയുടെ അടഞ്ഞുകിടന്ന വാതിലിന് വെളിയിൽ ആരോ നിരന്തരം മുട്ടുന്ന ശബ്ദം സുധീൻ കേട്ടു. ഏമാനെ, ഏമാനെ! ഞെട്ടി ഉണർന്നു. കണ്ണു തുറന്ന് പകൽ വെളിച്ചത്തിലേക്ക് നോക്കിയ സുധീന് വീണ്ടും കണ്ണുകൾ പൂട്ടേണ്ടതായി വന്നു. ഈശ്വരാ, എത്ര ഭയാനകമായ സ്വപ്നം! വാതിൽ തുറക്കണം ഏമാനെ! വേലക്കാരൻ അദീറിൻ്റെ സ്വരം. ഒരു നിമിഷം. സുധീൻ കിടക്കയിൽ നിന്നെഴുന്നേറ്റ് മുമ്പോട്ട് ചെന്ന് വാതിൽ തുറന്നു. അദീറിൻ്റെ മുഖത്ത് അമ്പരപ്പ് കലർന്ന ഗാംഭീര്യം പ്രകടമായിരുന്നു. ഇത്രയും നേരം അങ്ങ്? ഹാ, എനിക്കറിയാം. ഇന്ന് കൂടുതൽ നേരം ഉറങ്ങിപ്പോയി. വീടിന് മുമ്പിൽ ഇത്രയേറെ ഒച്ചയും ബഹളവും ഉണ്ടായിട്ടും അങ്ങ് അറിഞ്ഞില്ലേ? ഒച്ചയും ബഹളവുമോ? ചൗധരി കുടുംബത്തിലെ നാഥൻ ഇന്നലെ രാത്രി മരിച്ചു. ഗംഗൻ ബാബു. 84 വയസ്സ് പ്രായമുണ്ടായിരുന്നു. വളരെ നാളായി കിടപ്പിലായിരുന്നു. രാത്രിയിലെ മുറിയിൽ ബൾബ് കത്തിച്ചിടുമായിരുന്നു. ശ്രദ്ധിച്ചിട്ടില്ലേ? അദ്ദേഹത്തിന് അസുഖമാണെന്ന് നിനക്കറിയാമായിരുന്നോ? അറിയാതിരിക്കുന്നത് ഇങ്ങനെ? അവരുടെ വേലക്കാരൻ ശ്യാമനെ എന്നും അങ്ങാടിയിൽ വെച്ച് ഞാൻ കാണുന്നതല്ലേ. ഹോ, രക്ഷയായി. സുധീൻ ബാബു ഒന്ന് നെടുവീർപ്പെട്ടു. വെള്ളി വെളിച്ചം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.